ശ്രീ വി ജോയ്. സർ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. നേരത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളായിരുന്നപ്പോൾ ഉച്ചവരെയാണ് OP ഉണ്ടായിരുന്നത്. അപ്പോഴേ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ലാബും ഇതിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയതോടെ ഭൂരിപക്ഷം ആശുപത്രികളിലും ഇപ്പോൾ ലാബ് സൗകര്യം ലഭ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പുറത്ത് ലാബിൽ പോകുന്നതിനേക്കാൾ ആശുപത്രികളോടനുബന്ധിച്ചുള്ള ലാബിൽ പോകുന്നത് വളരെ പണം ലാഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആശുപത്രികളാണെങ്കിൽ നന്നായിട്ട് പോകുന്നുണ്ട്, OPകളുടെ എണ്ണവും കൂടുന്നുണ്ട്. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ഡോക്ടറെയും 2 പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കാമായിരുന്നു, അവിടെ താൽക്കാലികമായിട്ട് വെക്കാമായിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2023 DA 1363 നമ്പർ ഉത്തരവ് പ്രകാരം അതിനെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അത് കുടുംബാരോഗ്യ കേന്ദ്രം, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഡോക്ടർ 1, പാരാമെഡിക്കൽ സ്റ്റാഫ് 1 എന്ന നിലയിലാണ്. സ്വാഭാവികമായിട്ട് നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലാബ് ടെക്നീഷ്യന്മാരായിട്ടും ഫാർമസിസ്റ്റായിട്ടും ആളുകളെ വെച്ചിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടന്നു വന്നിരുന്നു. പക്ഷേ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് 1ആയി പരിമിതപ്പെടുത്തിയപ്പോൾ പല സ്ഥാപനങ്ങളും ലാബുകളൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 68 ഗ്രാമപഞ്ചായത്തുകൾ ഇത് വർദ്ധിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പഴയ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുകയാണ്. വർക്കലയിലെ FSCകളെ സംബന്ധിച്ചിടത്തോളം ഒരു കത്ത് ചർച്ച ചെയ്യപ്പെടുകയും 9/6/2024 കോർഡിനേഷൻ കമ്മിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു. 2024 പക്ഷേ ഇതുവരെയും അതിനൊരു ഉത്തരവുണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധ പതിയണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ആളെ നിയമിക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായി നിയമിക്കാനുള്ള അനുവാദം നൽകണമെന്നും ആവശ്യപ്പെടുന്നതാണ് ഈ സബ്മിഷൻ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് മന്ത്രി. സർ, ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയോഗിക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. ഇപ്രകാരം ആരോഗ്യ വകുപ്പ് നിയമിച്ചിട്ടുള്ള സ്റ്റാഫിനുപരിയായി ഉച്ചകഴിഞ്ഞും വൈകുന്നേരങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ആവശ്യമായി വരുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ 2 ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ഡോക്ടറെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയോഗിക്കുന്നതിന് സർക്കാർ ഉത്തരവ് നമ്പർ 115/2022 തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീയതി 28/5/2022 മാർഗനിർദ്ദേശങ്ങളിലെ ഖണ്ഡിക 7.6.2 പ്രകാരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകി ഉത്തരവായിരുന്നു. എന്നാൽ പാരാമെഡിക്കൽ സേവനം നൽകുന്നതിന് എത്ര പേരെ നിയോഗിക്കാമെന്ന കാര്യത്തിൽ വ്യക്തത ആവശ്യമുണ്ടെന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിനിധികളുമായി വിശദമായി ചർച്ച ചെയ്ത് വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 25/10/2023 DA 1-363/2023 തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്പർ സർക്കുലർ പ്രകാരം സർക്കാർ വിശദീകരണം നൽകിയുണ്ടായി. അത് പ്രകാരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ നിലവിൽ നിയോഗിക്കാവുന്ന ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും എണ്ണം 2 വീതവും, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിയോഗിക്കാവുന്ന ഡോക്ടറുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും എണ്ണം 1 വീതവുമാണ്. പാരാമെഡിക്കൽ സ്റ്റാഫിനെ സംബന്ധിച്ച് നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ എന്നീ വിഭാഗങ്ങളിൽ ഏത് വിഭാഗക്കാരെ നിയോഗിക്കണമെന്ന് മെഡിക്കൽ ഓഫീസറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. അധികമായി നിയമിക്കാവുന്ന സ്റ്റാഫിൻ്റെ കാര്യത്തിൽ സബ്സിഡി മാർഗരേഖ പ്രകാരം അനുവദിച്ചിരുന്ന എണ്ണത്തിൽ പിന്നീട് പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം കുറവ് വരുത്തിയിട്ടില്ല. സബ്സിഡി മാർഗരേഖ പ്രകാരം എത്രയാണോ അനുവദിച്ചത് അതിൽ കുറവ് വരുത്തിയിട്ടില്ല. കൂടാതെ പ്രത്യേക പരിഗണന നൽകേണ്ട പ്രദേശങ്ങളിൽ ജനസംഖ്യ, OP/IP രോഗികളുടെ എണ്ണം, പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്നിവയുടെ അടിസ്ഥാനത്തിൽ
ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ശുപാർശ ചെയ്യുന്ന പക്ഷം വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ അധിക സ്റ്റാഫിനെ നിയമിക്കാവുന്നതുമാണ്. എന്നുവെച്ചാൽ നിബന്ധനകളോടുകൂടി ആവാം എന്നാണ്. അത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ശുപാർശ ചെയ്യുന്ന കേസുകളിൽ നിബന്ധനയോട് കൂടിയിട്ട് ആവാം. അത് ഈ പറഞ്ഞ പ്രത്യേക പരിഗണന ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് ഫുട്ഫാൾ കണക്കിലെടുത്തിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇത് പ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ശുപാർശ ചെയ്ത് സമർപ്പിച്ചിട്ടുള്ളൊരു പട്ടിക കോർഡിനേഷൻ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലാണ്. സാർ, ഇത് പ്രധാനപ്പെട്ട ഒരു സബ്മിഷൻ ആയതുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനവധി മേഖലകളിലായി നിരവധി ചുമതലകൾ കൈമാറിയിട്ടുണ്ട്. ആക്ട് പ്രകാരം തന്നെ 27 അനിവാര്യ ചുമതലകളും 14 പൊതുവായ ചുമതലകളും പൊതുജനാരോഗ്യവും ശുചീകരണവും ഉൾപ്പെടെ 19 മേഖലകളിലായി 76 മേഖലാടിസ്ഥാനത്തിലുള്ള ചുമതലകളും ഗ്രാമപഞ്ചായത്തുകൾ നിർവഹിക്കേണ്ടതുണ്ട്. നഗരസഭകളുടെ കാര്യത്തിലും ഇതുപോലെ 30 അനിവാര്യ ചുമതലകളും 14 പൊതു ചുമതലകളും പൊതുജനാരോഗ്യവും ശുചീകരണവും ഉൾപ്പെടെ 19 മേഖലകളിലായി 106 മേഖലാടിസ്ഥാനത്തിലുള്ള ചുമതലകളും നിർവഹിക്കേണ്ടതുണ്ട്. ഈ ചുമതലകൾ നിറവേറ്റുന്നതിനാണ് സർക്കാർ വികസന ഫണ്ട് നൽകുന്നത്. മേൽപ്പറഞ്ഞവ കൂടാതെ സർക്കാർ കാലാകാലങ്ങളിൽ അധികമായി ഏൽപ്പിക്കുന്ന ചുമതലകളുമുണ്ട്. തങ്ങളുടെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വിഹിതം വകയിരുത്തുന്നുണ്ട്. ശമ്പളവും ഓണറേറിയവും നൽകുന്നത് വഴി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ചെലവ് ഭാരിച്ചതാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഉത്തരവ് പ്രകാരം നിലവിൽ അനുവദനീയമായിട്ടുള്ള ഡോക്ടർമാർ, ജീവനക്കാർ എന്നിവരുടെ സേവനം മാത്രമാണ് ഉറപ്പുവരുത്താനാവുക.